ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. തിരഞ്ഞെടുപ്പ് മത്സരരംഗത്തും ഒരുമിച്ച് മത്സരിക്കുകയാണ് മായ ഉണ്ണികൃഷ്ണൻ ദമ്പതികൾ. 22, 23 വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഇവർ. രണ്ടാം തവണയും തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് കടക്കുമ്പോൾ ഇരട്ടി മധുരമാണ് നിലവിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ മായയ്ക്ക്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിച്ചെങ്കിൽ ഇക്കുറി കൂട്ടിന് മത്സര രംഗത്ത് തന്റെ ഭർത്താവും ഉണ്ടെന്നാണ് ഇവരുടെ സന്തോഷം. അടുത്തടുത്ത വാർഡിലാണ് ഇരുവരും മത്സരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലെ 22, 23 വാർഡുകളായ വനിതാ വ്യവസായ കേന്ദ്രം, കേന്ദ്ര വിദ്യാലയം വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളാണ് മായയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും. പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ആദ്യമായാണ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. വനിതാ വ്യവസായ കേന്ദ്രം വാർഡ് CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. എങ്കിലും വലിയ പിന്തുണ വാർഡിലെ ജനങ്ങളിൽ നിന്നും പ്രചരണത്തിലൂടെ ലഭിക്കുന്നുണ്ടെന്നും വിജയപ്രതീക്ഷ ഉള്ളതായും മായ പറഞ്ഞു. നിലവിലത് CPM സിറ്റിംഗ് വാർഡാണ്. പക്ഷേ ഇക്കുറി അവിടെ മത്സരിക്കുമ്പോൾ നമ്മൾ ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയുകയും അവർ നമുക്ക് വേണ്ട രീതിയിൽ നല്ല ഒരു പ്രതികരണമാണ് ആളുകളിൽ നിന്നും കിട്ടുന്നത്. എന്തായാലും വിജയിക്കുമെന്നൊരു ശുഭപ്രതീക്ഷ ഉണ്ട്. നമ്മളുടെ പ്രവർത്തകരും എല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിന് അവിടുത്തെ ജനങ്ങൾ നമ്മളതിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുമിച്ചുള്ള ജീവിതയാത്രയ്ക്കൊപ്പം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവച്ചു. ഇവരുടെ പ്രചരണവും ഒരുമിച്ചാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിക്കുന്നതിൽ വളരെയധികം സംതൃപ്തരാണ്, സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മത്സര രംഗത്തേക്ക് വന്നത്. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ അവർ മത്സരിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. തുടർന്ന് പാർട്ടിയുടെ നിർബന്ധവും നമ്മുടെ 22-ാം വാർഡിലെ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഒരുമിച്ചാണ് 2 വാർഡിലും പ്രവർത്തിക്കുന്നത്. ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് 2 വാർഡിലെയും ടീമുകൾ ഒരുമിച്ചാണ് അഭ്യർത്ഥിക്കാനായിട്ട് പോകുന്നത്. നിലവിൽ കൗൺസിലർ മായ പ്രതിനിധീകരിക്കുന്ന വാർഡിലാണ് ഉണ്ണികൃഷ്ണൻ ജനവിധി തേടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിജയത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ണികൃഷ്ണൻ. നമ്മുടെ സിറ്റിംഗ് വാർഡായിരുന്നു, UDFന്റെ സിറ്റിംഗ് വാർഡായിരുന്നു. UDFന്റെ കൗൺസിലർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയെന്നോണം ഈ വാർഡിൽ ജനങ്ങൾ നമ്മളെ ജയിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാവരെയും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. കുറച്ച് ഭാഗം പുതിയതായിട്ട് കയറി വന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. എന്തായാലും ജനങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഈ 2 വാർഡും ഞങ്ങൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്.